സർക്കാർ സർവീസിലാണെങ്കിലും സ്വകാര്യ മേഖലയിലാണെങ്കിലും കാരണം കാണിക്കൽ നോട്ടീസും കുറ്റാരോപണ മെമ്മോയൊക്കെ വളരെ സാധാരണ സംഭവങ്ങളാണ്. നോട്ടീസ് കിട്ടിയ ആൾ അതിനൊരു മറുപടി കൊടുക്കും, അത് അതിൻ്റെ വഴിക്ക് തീരും. അതാണ് പതിവ്. പക്ഷെ നമ്മുടെ കേരളാവിൽ അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ നടക്കുന്നത്. സംസ്ഥാന ചീഫ് സെക്രട്ടറി മറ്റൊരു സെക്രട്ടറിക്ക് ഒരു ഷോ കോസ് നോട്ടീസ് നൽകുകയോ ഒരു ചാർജ് മെമ്മോ ഇഷ്യൂ ചെയ്യുകയോ ചെയ്താൽ നമ്മുടെ സെക്രട്ടറി ചീഫ് സെക്രട്ടറിയോട് അതിനുള്ള വിശദീകരണം ചോദിക്കും. ആ വിശദീകരണം കിട്ടിയാൽ ഷോ കോസ് നോട്ടീസ് അല്ലെങ്കിൽ ചാർജ് മെമ്മോയ്ക്കുള്ള മറുപടി സൗകര്യം പോലെ തരാം. അതാണ് കേരളത്തിൽ നടക്കുന്നത്. സംസ്ഥാനത്തെ ഒരു ADGP മറ്റൊരു ADGPക്കെതിരായിട്ട് കേസ് കൊടുക്കുന്ന സംസ്ഥാനമായത്. ഇവിടെ അതും നടക്കും, ഇതിനപ്പുറവും നടക്കും. അതാണിപ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്. നമ്മളെല്ലാറ്റിനും മാതൃക കാട്ടുന്നവരാണല്ലോ. ഇവിടെ കൃഷി വകുപ്പിൽ സ്പെഷ്യൽ സെക്രട്ടറി ആയിരുന്ന N പ്രശാന്ത് എന്ന IAS ഉദ്യോഗസ്ഥൻ, അദ്ദേഹം അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ ജയതിലക്, മറ്റൊരു സെക്രട്ടറിയായ K ഗോപാലകൃഷ്ണൻ എന്നിവരെ സാമൂഹിക മാധ്യമങ്ങളിൽ ആക്ഷേപിച്ചതായി അല്ലെങ്കിൽ അധിക്ഷേപിച്ചതായിട്ട് ഒരു പരാതി വന്നു. ജയതിലകിൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ച് വരെ പ്രശാന്ത് അഭിപ്രായം പറഞ്ഞു എന്നാണ് പരാതി. അതായത് മാടമ്പള്ളിയിലെ ചിത്രരോഗി ജയതിലകാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു അത്രേ. ഇതിൽ K ഗോപാലകൃഷ്ണൻ ഉന്നതി എന്ന് പറയുന്ന ഏജൻസിയുടെ CEO ആയിരുന്നു. നേരത്തെ പ്രശാന്ത് ആ ചുമതല വഹിച്ചിരുന്ന ആളാണ്. അക്കാലത്ത്, അതായത് പ്രശാന്ത് CEO ആയിരിക്കുന്ന സമയത്ത് ചില ഫയലുകൾ കാണാതായി, അല്ലെങ്കിൽ ആ ഫയലുകൾ കിട്ടിയില്ല എന്നൊരു പരാതി ഉണ്ടായി. അതിനെ തുടർന്നാണ് ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. മുതിർന്ന IAS ഉദ്യോഗസ്ഥരെ പരസ്യമായി അധിക്ഷേപിക്കുക വഴി അല്ലെങ്കിൽ ആക്ഷേപിച്ചതിലൂടെ ഭരണ സംവിധാനത്തിൻ്റെ പ്രതിച്ഛായയ്ക്ക് കേട് സംഭവിച്ചതായിട്ട് ഗവൺമെന്റിന് തോന്നി. അതിനെ തുടർന്ന് ചീഫ് സെക്രട്ടറി പ്രശാന്തിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അതിൻ്റെ തുടർച്ചയായി അദ്ദേഹത്തിനൊരു കുറ്റാരോപണ മെമ്മോ ചീഫ് സെക്രട്ടറി നൽകി. അത് പതിവാണ്. സസ്പെൻഷൻ കഴിഞ്ഞാൽ ഒരു കുറ്റാരോപണ മെമ്മോ നൽകുക എന്നുള്ളത് ഒരു പതിവ് രീതിയാണ്. അതൊരു നടപടിക്രമം മാത്രമാണ്. അങ്ങനെ ഒരു മെമ്മോ കിട്ടിയാൽ അതിന് മറുപടി നൽകുക എന്നുള്ളതാണ് സ്വാഭാവികമായ നടപടിക്രമം. പക്ഷേ പ്രശാന്ത് ഇവിടെ ചെയ്തിരിക്കുന്നത്, തനിക്ക് എന്തുകൊണ്ട് ഇത്തരത്തിലൊരു മെമ്മോ നൽകി എന്നുള്ളത് സംബന്ധിച്ച് ചീഫ് സെക്രട്ടറിയോട്, തൻ്റെ മേലാവായ എല്ലാ സെക്രട്ടറിമാരുടെയും ചീഫായ ചീഫ് സെക്രട്ടറിയോട് അങ്ങോട്ട് വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. ചീഫ് സെക്രട്ടറി കൊടുക്കുന്ന വിശദീകരണം തൃപ്തികരമാണെങ്കിൽ അദ്ദേഹം ചാർജ് മെമ്മോയ്ക്കുള്ള മറുപടിയും നൽകും. 7 ചോദ്യങ്ങൾക്കാണ് ചീഫ് സെക്രട്ടറി N പ്രശാന്തിന് മറുപടി നൽകേണ്ടത്. അതിലേറ്റവും പ്രധാനം, സസ്പെൻഷൻ നടപടി എടുക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് തൻ്റെ വിശദീകരണം പ്രശാന്തിനോട് വിശദീകരണം ചോദിച്ചില്ല. രണ്ടാമത്തേത്, ആരും പരാതി നൽകാതെ എന്തുകൊണ്ടാണ് നടപടിയെടുത്തത്, എന്തുകൊണ്ടാണ് തനിക്ക് ചാർജ് മെമ്മോ നൽകിയത്. ബാക്കി ചോദ്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളെ സംബന്ധിച്ചുള്ളതാണ്. അതിൻ്റെ സ്ക്രീൻഷോട്ട് എവിടെ നിന്ന് കിട്ടി, അത് ആരാണ് എടുത്തത്, ആരെയാണ് അതിന് ചുമതലപ്പെടുത്തിയിരുന്നത്, ഒരു സ്വകാര്യ വ്യക്തി എടുത്ത സ്ക്രീൻഷോട്ടുകൾ എങ്ങനെ സർക്കാർ ഫയലിൻ്റെ ഭാഗമായി, IT നിയമപ്രകാരം ഈ സ്ക്രീൻഷോട്ടുകൾ പരിശോധിച്ച് അത് കൃത്യമാണ് അല്ലെങ്കിൽ അത് വ്യാജമല്ല എന്ന് ബോധ്യം വന്നിട്ടുണ്ടോ മുതലായ കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ 7 ചോദ്യങ്ങൾ. അതിനാണ് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ N പ്രശാന്തിന് മറുപടി നൽകേണ്ടത്. ഞാനൊരു നിയമ വിശാരദനല്ല, സർവീസ് ചട്ടങ്ങളിൽ പണ്ഡിതനുമല്ല. പക്ഷെ വായിച്ചതിൽ നിന്ന് മനസ്സിലാകുന്നത്, ഇത്തരം സന്ദർഭങ്ങളിൽ സസ്പെൻഷന് മുമ്പായിട്ട് ഒരാളോട് വിശദീകരണം ചോദിക്കേണ്ട കാര്യം ഇല്ലെന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ഒരു പരാതി ഇല്ലെങ്കിലും, ആരുടെയും പക്കൽ നിന്ന് ഒരു പരാതി ലഭിച്ചിട്ടില്ലെങ്കിൽ കൂടി സ്യൂമോട്ടോ ആയിട്ട് ഈ പരാതിക്ക് വിധേയനായ ആളിന് ഒരു ചാർജ് മെമ്മോ അല്ലെങ്കിൽ കുറ്റാരോപണ മെമ്മോ കൊടുക്കാവുന്നതേ ഉള്ളൂ. അതിനും നിയമപരമായ എന്തെങ്കിലും തടസ്സമില്ല. അതിവിടെ ചീഫ് സെക്രട്ടറി സ്യൂമോട്ടോ നൽകിയിരിക്കുകയാണ്. മറ്റുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളുമായി ബന്ധപ്പെട്ടതാണ്.
നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടു കാര്യങ്ങളിൽ അദ്ദേഹത്തിന് സംശയമുണ്ടെങ്കിൽ, അതായത് സസ്പെൻഷന് മുമ്പ് വിശദീകരണം കേൾക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ പരാതിയില്ലാതെ ചാർജ് മെമ്മോ നൽകാമോ, ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചീഫ് സെക്രട്ടറിക്ക് നൽകുന്ന വിശദീകരണക്കുറിപ്പിൽ അതൊക്കെ ചേർക്കാവുന്നതേ ഉള്ളൂ. അതൊന്നുമല്ല പ്രശാന്ത് ചെയ്തിരിക്കുന്നത്. പകരം അദ്ദേഹം ചീഫ് സെക്രട്ടറിയുടെ മുമ്പിൽ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. വളരെ അസാധാരണമായ ഒരു നടപടി. ഒരുപക്ഷെ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ഒന്നായിരിക്കണം ഇതെന്നാണ് മനസ്സിലാക്കുന്നത്. ഏത് പ്രശാന്തിനെ പരിചയപ്പെടുകയോ സംസാരിക്കുകയോ ചെയ്തതായിട്ട് ഓർക്കുന്നില്ല. പക്ഷെ അദ്ദേഹത്തെ ദൂരെ നിന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിന് കാരണങ്ങളുമുണ്ട്. അദ്ദേഹം സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണെന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. കാര്യശേഷിയിൽ അദ്ദേഹം മറ്റുള്ളവരെക്കാൾ ഒരിക്കലും പിന്നിലല്ല. അതുപോലെ നവീന ആശയങ്ങൾ ഉള്ള ഒരാളാണ്. ഒപ്പം IAS അല്ലെങ്കിൽ സിവിൽ സർവീസുകാരൻ എന്ന ഭാരം തലയ്ക്ക് പിടിച്ചിട്ടുള്ള ഒരാളുമല്ല. അരുതായ്മ കാണുമ്പോൾ അതിനെ എതിർക്കാൻ മനസ്സുള്ള ഒരാളാണ്. കളക്ടറായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹം ആവിഷ്കരിച്ച് നടപ്പാക്കിയ നവീനാശയങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അത് ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയതാണ്. അദ്ദേഹത്തെ കളക്ടർ ബ്രോ എന്നാണ് വിളിച്ചിരുന്നത്. അത്തരത്തിലുള്ളൊരു വ്യക്തിയാണെന്ന് അകലെ നിന്ന് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ എങ്കിലും അദ്ദേഹം ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ നടപടി ഉണ്ടല്ലോ, ചീഫ് സെക്രട്ടറിക്ക് ഒരു മറു വിശദീകരണക്കുറിപ്പ് അയച്ച ആ പ്രവൃത്തി, അതിനെ അനുകൂലിക്കാൻ സാധിക്കുന്നില്ല. ബലേഫേഷ് എന്നോ വെൽഡൺ പ്രശാന്ത് എന്നോ പറയുവാൻ തോന്നുന്നില്ല. അത് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ദീർഘകാലം ഈ സിവിൽ സർവീസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അടുത്തുനിന്ന് കാണുവാൻ സാധിച്ചിട്ടുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അവസരം കിട്ടിയിട്ടുള്ളത് കൊണ്ടാവണം. അതുപോലെ മഹാരഥന്മാരായ പല IASകാരെയും അടുത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കൊണ്ടും ആയിരിക്കണം. ഇവിടെ പ്രശാന്തിനെതിരായിട്ട് ഒരു ആരോപണം അല്ലെങ്കിൽ ആക്ഷേപമുണ്ടായി. അത് പരിഹരിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നതായിട്ട് തോന്നുന്നില്ല. അതിനു പകരം ഒരു നീണ്ട നിയമയുദ്ധത്തിനുള്ള വഴി തുറക്കാനുള്ള ഒരു പുറപ്പാടായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രവൃത്തിയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. കോടതിയിലേക്ക് പോകുമ്പോൾ അതിനാവശ്യമായ ചില കാര്യങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിന്, അല്ലെങ്കിൽ ചില രേഖകൾ സൃഷ്ടിക്കുന്നതിന് അദ്ദേഹം മനഃപൂർവ്വം നടത്തുന്ന ഒരു നീക്കമായിട്ടാണ് ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം ആവശ്യപ്പെട്ട നടപടിയെ നമുക്ക് കാണാൻ സാധിക്കുക. 16-18 വർഷം സർവീസുള്ള IAS ഉദ്യോഗസ്ഥന്മാർക്ക് സ്വാഭാവികമായി ലഭിക്കേണ്ട ജോയിന്റ് സെക്രട്ടറി എംപാനൽമെന്റ് ഇതുവരെ പ്രശാന്തിന് ലഭിച്ചിട്ടില്ല. കാരണം ആഴക്കടൽ മത്സ്യബന്ധന യാനങ്ങൾ വാങ്ങുന്നത് സംബന്ധിച്ച ഒരു ആരോപണം, ഒരു പരാതി അത് വന്നതിനെ തുടർന്നാണ്. അതിൽ അദ്ദേഹത്തെ കുറ്റക്കാരനായിട്ട് ആരും കണ്ടിട്ടില്ല. പക്ഷേ ആ ആക്ഷേപം വന്നതുകൊണ്ട് ഈ എംപാനൽമെന്റിന് മുടക്കം സംഭവിച്ചു. ഇപ്പോൾ ഇതാ കൂനിന്മേൽ കുരു എന്ന പോലെ ഈ സസ്പെൻഷൻ, കുറ്റാരോപണ മെമ്മോ, അതിന് മറുപടിയായിട്ട് ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം ചോദിച്ചുകൊണ്ടുള്ള കത്ത്, ഇതൊക്കെ സംഭവിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, അദ്ദേഹം ഈ മല്ലടിച്ചു നിൽക്കുന്ന ജയതിലക്, അദ്ദേഹം അടുത്ത ചീഫ് സെക്രട്ടറി ആകുന്ന കാര്യത്തിൽ ആർക്കും വലിയ സംശയങ്ങളൊന്നുമില്ല. ഒത്ത വാക്കിന് കിട്ടുകയാണെങ്കിൽ പ്രശാന്തിനെ പൊരിക്കാൻ നിൽക്കുകയാണ് ജയതിലക്. അത് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഈ വിഷയത്തെ, സസ്പെൻഷൻ തുടങ്ങിയ ഈ ഇഷ്യൂവിനെ പൊതുജന മധ്യത്തിലേക്ക് കൊണ്ടുവരാനായിരിക്കും ഒരുപക്ഷെ പ്രശാന്ത് ആഗ്രഹിക്കുന്നുണ്ടാവുക. അതുവഴി ഒരു രക്തസാക്ഷിയായിട്ട് മാറാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടാവും. ഇനി അദ്ദേഹത്തിന് സിവിൽ സർവീസ് ഉപേക്ഷിച്ചിട്ട് രാഷ്ട്രീയത്തിൽ ചേരാൻ എന്തെങ്കിലും താല്പര്യമുണ്ടോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. എസ് കൃഷ്ണകുമാറും അൽഫോൻസ് കണ്ണന്താനും ഒക്കെ ആ വഴി തിരഞ്ഞെടുത്ത് വിജയിച്ചിട്ടുള്ള മുൻഗാമികളാണ്. മാമ്പൂ കണ്ടും മക്കളെ കണ്ടും മോഹിക്കരുതെന്നാണ് പഴമക്കാർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെയാണ് ഈ ഫാൻസ് ക്ലബ്ബുകാരെ കണ്ട് അതിമോഹം പാടില്ല. പ്രശാന്ത് അടിച്ചു, പൊളിച്ചു, തിമിർത്തു, പൊടിപാറി എന്നൊക്കെ പറയാൻ ധാരാളം ആളുകളുണ്ടാവും. പ്രശാന്ത് ജി ആപ് സംഘർഷ് കരോ, ഹം തുമാരാ സാത്ത് വേ എന്നൊക്കെ കോറസുകൾ ഉണ്ടാവും. കളക്ടർ ബ്രോ, സെക്രട്ടറി ബ്രോ എന്നൊക്കെ ആളുകൾ വിളിച്ചു പോവും. ഇതൊക്കെ ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ എതിർക്കുന്നവരുള്ള ഒരു ആരാധന
മാത്രമാണെന്ന് ഓർക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, താഴെ തലത്തിലുള്ള ഒരു IAS ഉദ്യോഗസ്ഥൻ ഒരു മുതിർന്ന IASകാരൻ്റെ തലയ്ക്ക് മേടുന്നത് കാണുമ്പോൾ അത് കണ്ടിരിക്കാനുള്ളൊരു രസമുണ്ടല്ലോ, അത് ചെറിയൊരു കാര്യമല്ല. അതുപോലെ ഒരു സാധാ സെക്രട്ടറി ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം ചോദിക്കുക കണ്ടുകൊണ്ടിരിക്കാനും കേട്ടുകൊണ്ടിരിക്കാനും ഹരമുള്ള ഒരു കാര്യമാണ്. അതിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഈ ഫാൻ ക്ലബ്ബുകൾ ഉണ്ടാവുന്നത്. അതുപോലെയാണ് ചില മാധ്യമങ്ങൾ, അവർ കൂടെ നിൽക്കുമായിരിക്കാം. അവർ പറയും, കണ്ടില്ലേ പ്രശാന്ത് ചീഫ് സെക്രട്ടറിക്ക് വിശദീകരണം ചോദിച്ചുകൊണ്ട് കത്തയച്ചു, അപ്പോഴേക്കും മുഖ്യമന്ത്രി പിണറായി വിജയന് പനി പിടിച്ചു, ചീഫ് സെക്രട്ടറി ബോധം കെട്ടു വീണു, സർക്കാർ തന്നെ ആകെ കുഴപ്പത്തിലായിരിക്കുകയാണ് എന്നൊക്കെ അവർ പറയും. അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ചീഫ് സെക്രട്ടറി നൽകിയ ഈ ചാർജ് മെമ്മോയ്ക്ക് തൃപ്തികരമായ മറുപടി ലഭിക്കുന്നില്ലെങ്കിൽ യാതൊരു സംശയം വേണ്ട, സസ്പെൻഷൻ തുടരും. ഇനി പ്രശാന്ത് കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ ഏതറ്റം വരെയും പോകാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാവും. പിണറായി സർക്കാർ നിലവിലുള്ളിടത്തോളം ആ കാലം പയ്യെ ഈ വിഷയം അങ്ങ് വിസ്മൃതിയിലാവുകയും ചെയ്യും. നമ്മൾ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ഒത്തിരി ആളുകളുണ്ടാവും. പക്ഷെ നമുക്ക് സങ്കടം വരുമ്പോൾ, നമ്മുടെ പ്രതിസന്ധിയിലാവുമ്പോൾ, നമ്മൾ കരഞ്ഞാൽ നമ്മോടൊപ്പം കരയാൻ നമ്മുടെ നിഴൽ മാത്രമേ ഉണ്ടാവൂവെന്ന് കവി നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി പിണറായി ഭരണം മാറി വന്നാൽ എന്ന് പ്രശാന്ത് ചിന്തിക്കുന്നുണ്ടാവും. അതിലൊരു ന്യായമുണ്ട്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടോ മറ്റോ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷേ കോൺഗ്രസ്സുകാരെ അങ്ങനെ ഒരു മുഴുവൻ വിശ്വാസത്തിൽ എടുക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം രമേശനല്ല സതീശൻ, രമേശോ സതീശോ അല്ല KC വേണുഗോപാൽ. അവരുടെ ഒരു രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്തരം പൊല്ലാപ്പുകളൊന്നും ഏറ്റെടുത്ത് തലയിൽ വെക്കാൻ തയ്യാറാവുന്നവരല്ല കോൺഗ്രസ് അല്ലെങ്കിൽ UDF. വിസിൽ ബ്ലോവർ എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ എന്തെങ്കിലും അഴിമതിക്കെതിരെയോ അരുതായ്മയ്ക്കെതിരെയോ വിസിലൂതുകയല്ല ഇവിടെ പ്രശാന്ത് ചെയ്യുന്നത് എന്ന് ഫാൻസ് ക്ലബ്ബുകാരുടെ മനോഭാവത്തിന് മുകളിൽ ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു മേലുദ്യോഗസ്ഥനോടും ഒരു സഹപ്രവർത്തകനോടുമുള്ള തർക്കം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള പ്രശ്നം മാത്രമാണ്. അതാണ് ഈ സംഭവവികാസങ്ങളുടെ എല്ലാം പിറകിലുള്ളത്. മറ്റൊരു കാര്യം കൂടെ പറയാം. ഈ IAS പോലെയുള്ള സർവീസുകാർക്ക്, IAS, IPS, IFS, ഇവർക്കൊക്കെ സമൂഹത്തിലൊരു പ്രാമാണ്യമുണ്ട്. അതെങ്ങനെയാണ് ലഭിക്കുന്നത്? നമ്മുടെ പൊതുസമൂഹം, ജനങ്ങൾ അവർക്ക് നൽകുന്ന ബഹുമാനത്തിൽ നിന്നാണ് ആ പ്രാധാന്യം ഉണ്ടാവുന്നത്. പക്ഷേ പരസ്പരം പോരടിക്കാനും ചെളിവാരി എറിയാനും തയ്യാറാവുകയാണെങ്കിൽ യാതൊരു സംശയം വേണ്ട, ജനങ്ങളുടെ ആ ബഹുമാനം അങ്ങ് നഷ്ടപ്പെടും. അതുകൊണ്ട് ആ പ്രാമാണ്യം ഇല്ലാതാവുകയും ചെയ്യും. പ്രശാന്ത് പറഞ്ഞിട്ടുണ്ട്, ഈ IAS എന്ന് പറയുന്നത് വഴിയിൽ കിടന്ന് കിട്ടിയതല്ല, പഠിച്ചു നേടിയതാണ്. യാതൊരു സംശയവും വേണ്ട, അക്കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. എല്ലാവരും പഠിച്ചൊക്കെ നേടിയത് തന്നെയാണ്. പഠിക്കാതെ നേടിയവരുണ്ടോ? ഞാനതിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ പഠിച്ചു നേടിയ ഈ പദവി, സമൂഹത്തിലെ വളരെ ഉന്നതമെന്ന് പലരും സമ്മതിക്കുന്ന ഈ പദവിയിൽ ഇരിക്കുമ്പോൾ നമ്മൾ ചില മര്യാദകൾ പാലിക്കുകയും വേണം. പ്രശാന്ത്, താങ്കളെ കുറ്റപ്പെടുത്താനല്ല ഇത്രയും പറഞ്ഞത്. ദൂരെ നിന്ന് നോക്കുമ്പോൾ താല്പര്യം തോന്നുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ മാത്രമാണ്. താങ്കളെപ്പോലുള്ളവർ സിവിൽ സർവീസിൽ ഉണ്ടാകണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെ താങ്കൾ ഇനി എടുക്കുന്ന നിലപാടുകൾ, നടപടികൾ അത് വിജയകരമാകണേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പക്ഷെ ഒരു കാര്യം, തമിഴ്നാട്ടിലെ DMK സർക്കാരിനുള്ള പ്രതിഷേധ സൂചകമായിട്ട് അവിടുത്തെ BJP സംസ്ഥാന പ്രസിഡന്റ് അണ്ണാമലൈ സ്വന്തം ശരീരത്തിൽ ചാട്ടവാർ കൊണ്ട് പ്രഹരിച്ചു. അതുപോലെ ആവരുത്. സ്വന്തം മേലുന്നുവെന്നല്ലാതെ ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഉണ്ടാവാൻ പോകുന്നില്ല.